അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ബൈക്ക് ഒന്ന് കഴിയാൻ പോകണം. അപ്പം ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, ഒരു നല്ല പോളിഷ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. മോട്ടോമാക്സിൻ്റെയാണ്. അപ്പോൾ അതിട്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് കഴിയിട്ട് അതിട്ടൊന്ന് പോളിഷ് ചെയ്യാം. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ടോ ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ കോലം ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഹെഡൊക്കെ എന്തുണ്ട്, ഫെയ്ഡായിപ്പോയി തുടങ്ങി. ടക്ക മൊത്തം പൊടിയാണ്. എന്തായാലും ഇതിന് കഴുകി കഴിഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാം. വണ്ടി അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി, ചെളിയൊക്കെ പൊടിയും ചെളിയുള്ള അടുത്തൊക്കെ നല്ല രീതിയിൽ വെള്ളമൊന്ന് അടിച്ച്. ഇവിടെ മൊത്തം അഴുക്കാണ്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി. ഇടയ്ക്ക് സൈറ്റിലൊക്കെ പോകുന്ന പറഞ്ഞാൽ മിക്കതും പൊടിയാണ്. പൊടി കയറിയിരിക്കും. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. അപ്പം അവിടുന്ന് ഒരു 300-400 കിലോമീറ്റർ ഓടിച്ചാണ് ഈ കോഴിക്കോട് കൊണ്ടുവന്നത് വണ്ടി. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലേക്രോളിലെ കാർ ഷാമ്പുവാണ്. ഇത് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന വണ്ടിയൊക്കെ കഴിയാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നല്ല ഇതിട്ട് കഴിയുമ്പോൾ വണ്ടിക്ക് നല്ല ഗ്ലേസിങ് ആണ്. നമുക്കിത് വെള്ളത്തിലിട്ട് പതപ്പിക്കാം. ഷാമ്പു വെള്ളത്തിലിട്ട് പൊട്ടിച്ച് ഒഴിക്കാം. വെള്ളമല്ല, കല്ലോട്ട് പൊട്ടിച്ച് ഒഴിക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം. ഇനി ഷാമ്പുവിനകത്ത് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി കഴുകാം. വണ്ടി നല്ല തേച്ചരച്ച് കഴിയട്ടെ. 2 വർഷം 3 വർഷമായി വണ്ടി മേടിച്ചിട്ട്. പക്ഷേ ഞാനിത് നേരത്തെയൊക്കെ സൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇങ്ങനെ നല്ല വൃത്തിക്കെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും 2 വർഷമായെന്നൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷാമ്പു ഇട്ട് കഴിയുമ്പോൾ നല്ല തിളക്കം, വണ്ടിക്ക് ക്ലിയർ അടിച്ച പോലുള്ള തിളക്കം. നമുക്ക് അത് ലൈഫിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് മേടിക്കുന്ന ബൈക്കായത്. ലൈഫിൽ ആദ്യമായിട്ട് വണ്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. ഈ വണ്ടി ഓടാത്ത സ്ഥലങ്ങൾ എത്ര ദൂരത്ത് ഈ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ. ഐസപ്പോൾ വണ്ടി പതപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഇത് ഞാൻ സൈറ്റിൽ കൊണ്ടുപോയിരുന്നു. പക്ഷേ പിന്നെ എനിക്കൊരു എന്തിനാ വെറുതെ ഈ പുത്തപ്പള്ളിയില്ല സൈറ്റിൽ കൊണ്ടുപോയിട്ട് വെറുതെ ഓടിച്ച് കല്ലിലും മുകളിലെല്ലാം കയറ്റി. ആദ്യം ഒരു വട്ടം പോയപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് എന്താണ്ട് ജാമായിപ്പോൾ കയറി ടയറൊക്കെ തേഞ്ഞിട്ട് ശരി. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. പിന്നെയാണ് അന്നൊരു സ്കൂട്ടറിൻ്റെ വീഡിയോ ആയിട്ടില്ല. ആ സ്കൂട്ടറിന് ഈ കമ്പനി തന്നത്. എന്താ പറഞ്ഞാൽ മൈലേജിൻ്റെ കാര്യത്തിൽ സ്പ്ലെൻഡർ അന്നും ഇന്നും വരെ കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വരെ വരാൻ വേണ്ടി 600 രൂപയുടെ പെട്രോളും തന്നെ അടിച്ചിട്ടുള്ളൂ സ്പ്ലെൻഡറിനകത്ത്. ഈ വണ്ടിയിൽ ലോഡ് ഇരുന്നാൽ പിന്നെ ഒരു കയറ്റം കയറാൻ ഇച്ചിരി പാടുണ്ട്. പിന്നെ നമ്മളൊരു ഗിയർ ഡൗൺ ചെയ്തിട്ട് പിന്നെ എടുക്കാനും ഇച്ചിരി പാടുണ്ട്. അല്ലാതെ വണ്ടി നല്ല പുലിയാണ്. ടോപ്പ് സ്പീഡ് എന്തായാലും ഒരു 60-ൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, 60-70-ൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്. ഇപ്പോൾ നമ്മൾ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 4 സൈഡും കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുണിയിട്ട് നമുക്ക് വൃത്തിക്ക് തുടച്ചെടുക്കാം. തുണിയിട്ട് തുടച്ച ശരിക്കും മറ്റേ മൈക്രോ ഫൈബറിൻ്റെ തുണി വേണമെന്ന് തോന്നുന്നത്. നല്ല രീതിയിൽ വെള്ളം വലിച്ചെടുക്കും. ഇതിട്ട് തൂത്തൊക്കെ സ്ക്രാച്ച് വീഴും. ആ തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഇതിട്ട് തുടയ്ക്കണം. അപ്പോൾ ഞാൻ വണ്ടി നല്ല വൃത്തിക്ക് തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഫെയ്ഡായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാനിത് മറ്റേ മോട്ടോമാക്സിൻ്റെ അത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലിയർ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ ഫെയ്ഡായിട്ടിരിക്കുന്നത്. ഞാനിത് അപ്ലൈ ആയിട്ടുള്ള ബാക്കി കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി നല്ല രീതിയിൽ വൃത്തിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാ അപ്ലൈ ചെയ്താൽ ഇതൊരു സ്പോഞ്ചാണ്. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വണ്ടിയുടെ ലുക്ക് നോക്കാം നമുക്ക്. ബാ ഇതാണ് സാധനം. ഇതിനകത്ത് എന്തോ ലിക്വിഡുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തൊന്ന് കാണിക്കുക. ഇതിപ്പം ഇതിൻ്റെ ഹെഡ് ഇപ്പം നല്ല മങ്ങിയല്ലേ ഇരിക്കുന്നത്. നോക്ക് വ്യത്യാസം, നോക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഈ ഹെഡ് മൊത്തം ഇങ്ങനെ ഇത് തേച്ചിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂർ വണ്ടി മാറ്റി വെക്കണം സെറ്റാകാൻ വേണ്ടി. ഗൈസ് നല്ല ക്ലിയറാണ്. നമുക്ക് പുത്തൻ വണ്ടി പോലെ ഇരിക്കുന്നത്.
ഹെഡ് നോക്ക്, പുത്തൻ വണ്ടി പോലിപ്പില്ലേ. ഇത് നമുക്ക് ഇത് നമുക്ക് വണ്ടി ഫുള്ള് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. മൽഗാർഡിലും കൂടെ നോക്കട്ടെ. അമ്പോ അടിപൊളി. ഇതിന് 25 രൂപയാണ് കേട്ടോ. ഞാൻ 2 മേടിച്ച്. ഇത് മിക്ക ലേഡി സ്റ്റോറിലെല്ലാം കാണുന്നത്. ലേഡി സ്റ്റോർ മാത്രമല്ല, മിക്ക ഓട്ടോമൊബൈൽസിൻ്റെ കടയിലൊക്കെ കണ്ടാണ്. മൽഗാർഡ് നോക്ക്, നല്ല ക്ലിയറായി. നല്ല ക്ലിയർ നല്ല നമ്മളിപ്പോൾ അതെ എന്നെ കാണാം ഇതിനകത്ത്. പുത്തൻ വണ്ടി പോലെ. നമുക്ക് ടാങ്കിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. തീർന്നോ? ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വണ്ടി ഒന്ന് ആദ്യം നല്ല വൃത്തിക്കൊന്ന് കഴുകി അതായത് ഉണക്കിയിട്ട് നിങ്ങളൊരു ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ടൊരു 1-2 മണിക്കൂർ വെച്ച് നോക്ക്. പിന്നെ വെള്ളം കണ്ടതുണ്ട്. വെള്ളം കണ്ടാൽ പിന്നെ ഇതിനകത്ത് വെള്ളം നനവുണ്ടെങ്കിൽ പിന്നെ ഇത് സെറ്റാകാൻ പാടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടാങ്ക് തിളങ്ങുന്നു. ഇപ്പോൾ ഞാൻ ടാങ്കിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വണ്ടി ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ലാസ്റ്റ് ഇനി ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഒരു പാക്കറ്റ് തേച്ച് തീർന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് എടുക്കാം. ഗൈസ് അപ്പോൾ വൃത്തിക്ക് തുടച്ചെടുത്തിട്ടുണ്ട്. എന്ത് ഷൈനാണെന്നത്. എല്ലായിടത്തും ഞാൻ തേച്ചിട്ടുണ്ട്. ഫുള്ള് എല്ലാ സൈഡിലും തേക്കാൻ സ്ഥലമൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ ഇരുന്ന കഴിയുന്നക്കാട്ടി മുമ്പുള്ള ലുക്ക് ഇതും കൂടെ നോക്ക്. ഇതിപ്പോൾ രാത്രി ആകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാത്തത്. നല്ല തിളങ്ങുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ അങ്ങോട്ടൊന്നും ഒത്തിരി തേച്ചില്ല. നേരത്തെ ഹെഡ് ഇരുന്നപ്പോൾ കണ്ടായിരുന്നു. നേരത്തെ ഒരു മങ്ങിയിരിക്കുക. ഇപ്പോൾ കണ്ട നല്ല തിളക്കമില്ലേ. ഗൈസ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യണം. മോട്ടോമാക്സിൻ്റെ ഇൻസ്റ്റാ ഷൈൻ എന്നാണ് അതിൻ്റെ പേര്. വണ്ടി നല്ല രീതിയിൽ ഷൈനായി, നല്ല രീതിയിൽ തിളക്കമുണ്ട്. 3 വർഷമായ വണ്ടിയാണ് നമുക്ക്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൊരു വീഡിയോ. ഞാനൊരു ചെറിയ വീഡിയോ ചെയ്ത വണ്ടി ഒന്ന് ഇത് സാധനം മേടിച്ചപ്പോൾ ഒന്ന് ഇതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ഇത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏത് പഴയ വണ്ടിയാണ് ഇത് തേക്ക് പുത്തൻ വണ്ടി പോലെ ആകും. നിങ്ങൾക്ക് എൻജിൻ ഭാഗമൊക്കെ നോക്ക്, നല്ല ക്ലിയറായി, പുത്തൻ വണ്ടി പോലെ. ഗൈസ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ്. ഞാൻ അത് മേടിച്ചപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് കരുതി. അതല്ല വണ്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ ഒന്ന് വൃത്തിയാക്കുമ്പോൾ ഒന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച വീഡിയോ.